ഭൂമിയിൽ ജന്തുവർഗ്ഗങ്ങൾ വികാസം പ്രാപിക്കുന്നതിന് മുമ്പേ സസ്യവർഗ്ഗങ്ങൾ വികാസം പ്രാപിച്ചു. ഭൂമിയിലെ ആദിമ താമസക്കാർ സസ്യങ്ങളാണ്. സസ്യങ്ങളിൽ വലിയവരാണ് മരങ്ങൾ. പ്രപഞ്ചം പോലെ വിശാലമായ നിസ്വാർത്ഥതയുടെ തലങ്ങളെയാണ് മരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. എല്ലാതരം ജന്തുവർഗ്ഗങ്ങൾക്കും മരങ്ങൾ ഉപകരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജനെ മരങ്ങൾ പുറത്തുവിടുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സർവ്വ ജന്തുവർഗത്തിനും അതിൻ്റെ ഗുണം ലഭിക്കുന്നു. പൂവ്, പഴം എന്നിവയ്ക്ക് പുറമെ വീട് നിർമ്മാണത്തിനും വീട്ടുപകരണങ്ങളുടെ നിർമ്മാണത്തിനും വിറകിനും മരം ഉപയോഗപ്പെടുന്നു. ഔഷധം, പശ, കടലാസ്, റബ്ബർ എന്നിവ മരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മരത്തിൽ കൂടുകൂട്ടുന്നവർ ശലഭങ്ങൾ, പക്ഷികൾ മുതൽ മനുഷ്യർ വരെയുണ്ട്. ഉറുമ്പുകളിൽ മിഷറുകൾ മരത്തിൻ്റെ ഇലകൾ കൂട്ടിക്കെട്ടിയാണ് തങ്ങളുടെ കോളനി സ്ഥാപിക്കുന്നത്. മറ്റു ചില ഉറുമ്പുകളാവട്ടെ മരത്തൊലിയിലും തടിയുടെ തോലിനിടയിലുമാണ് വീടുകൾ ഉണ്ടാക്കാറുള്ളത്. മരത്തിൻ്റെ ചില്ലകളിൽ കൂടുകൂട്ടുന്ന കിളികളാണധികവും. മരം കൊത്തി തടിയിൽ കൊത്തി കിഴിച്ച് കൂടുണ്ടാക്കുന്നു. തത്തകൾ, മൈനകൾ എന്നിവ മരം കൊത്തിയുടെ കൂട്ടിൽ അതിക്രമിച്ച് കടന്ന് അധികാരം സ്ഥാപിക്കുന്നവരാണ്. അടയ്ക്ക പക്ഷി തേക്കിൻ്റെ ഇലകൾ പരസ്പരം ചേർത്ത് പഞ്ഞികൊണ്ട് തുന്നിയാണ് കൂട് നിർമ്മിക്കുന്നത്. മരത്തിൽ വസിക്കുന്ന മൃഗമാണ് കുരങ്ങ്. കരടി, പുലി തുടങ്ങിയ മൃഗങ്ങളും മരത്തിൽ കയറി വിശ്രമം, ഇരവീക്ഷണം എന്നിവ നടത്താറുണ്ട്. മരപ്പൊത്തിൽ നിരവധി പാമ്പുകളും താവളമടിക്കാറുണ്ട്. ആദിവാസി മനുഷ്യർ മരത്തിൽ വീട് വെക്കാറുണ്ട്. ഇതിനെ നമ്മൾ ഏറുമാടം എന്ന് വിളിക്കുന്നു. അങ്ങനെ പലതരത്തിലും മരങ്ങൾ ജന്തുവർഗ്ഗങ്ങളുടെ പാർപ്പിട കേന്ദ്രമാകുന്നു. ഏണസ്റ്റ് ഹെക്കൽ എന്ന വ്യക്തിയാണ് പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഇക്കോളജി എന്ന ആശയം ലോകത്ത് ആദ്യമായി അവതരിപ്പിച്ചത്. ഇന്ന് പരിസ്ഥിതി ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ച ജെ.സി. ബോസ് ഭാരതീയനാണ്. മനുഷ്യൻ സസ്യവർഗ്ഗങ്ങളോട് പുലർത്തേണ്ടുന്ന സമീപനത്തിൽ മൊത്തത്തിലൊരു പൊളിച്ചെഴുത്ത് ആവശ്യപ്പെട്ട സംഭവമായിരുന്നു അത്. സ്നേഹം, വാത്സല്യം, വിശ്വാസം എന്നിവ മനുഷ്യനും സസ്യങ്ങൾക്കും ഇടയിലുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെ ഉയർത്തിക്കാട്ടിയ സംഭവം. മരങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവയുടെ തടി. തടിയുടെ ഘടനയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സീലോളജി. മഴക്കാലത്ത് വെള്ളം, ഇലകൾ, തണ്ട്, തടി, വേരുകൾ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലായി മരം ശേഖരിച്ചു വെക്കുന്നു. വരൾച്ചയിൽ ഇവ ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണ് ഇവ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിലെ ഊർജത്തെ നേരിട്ട് കാർബോഹൈഡ്രേറ്റുകളാക്കി മാറ്റി പഴങ്ങൾ, വിത്തുകൾ, വേരുകൾ എന്നിവയിൽ മരം ശേഖരിച്ചു വെക്കുന്നു. മരങ്ങൾ അന്തരീക്ഷത്തിൽ നീരാവി പുറത്തുവിടുന്നത് കൊണ്ടാണ് മരങ്ങൾക്കിടയിൽ തണുപ്പ് തോന്നുന്നത്. ചൂടിനെ ക്രമീകരിച്ച് അന്തരീക്ഷത്തിൽ ഈർപ്പത്തെ നിലനിർത്തുകയാണ് ഇതുവഴി മരങ്ങൾ ചെയ്യുന്നത്. ചരിത്രാതീത കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാലക്രമേണ മണ്ണിനടിയിൽ കിടന്ന് രൂപാന്തരപ്പെട്ടതാണ് കൽക്കരി. ഇന്ത്യയിലേക്ക് ധാരാളം മരങ്ങൾ വിദേശത്തു നിന്ന് വന്നിട്ടുണ്ട്. കശുമാവ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരാണ് പറങ്കികൾ. പറങ്കികൾ കൊണ്ടുവന്ന വൃക്ഷം എന്നതിൽ നിന്നാണ് പറങ്കിമാവ് എന്ന് കശുമാവിന് പേര് വന്നത്. റബ്ബറിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയിലെ ബ്രസീലാണ്. പപ്പായ, സപ്പോട്ട, കാപ്പി, വാഗമരം ഇവയെല്ലാം തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ചൂളമരവും യൂക്കാലിപ്സും ഓസ്ട്രേലിയയിൽ നിന്ന് വന്നവയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയ മരങ്ങളുമുണ്ട്. മാവ്, പ്ലാവ് തുടങ്ങിയവ ഇതിനുദാഹരണമാണ്. തെക്കേ അമേരിക്കയിലും കേരളത്തിലും ഉഷ്ണ കാലാവസ്ഥയായതിനാൽ അവിടെയുള്ള മരങ്ങൾ ഇവിടെയും ഇവിടെയുള്ള മരങ്ങൾ അവിടെയും നന്നായി വളരുന്നു.